വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യില്ല. നേരത്തെ പാങ്ങോട് SHO മെഡിക്കൽ കോളേജിലെത്തി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അഫാൻ നിരീക്ഷണത്തിൽ തുടരും. വിവരങ്ങളുമായി രശ്മി കാർത്തിക് ഒപ്പം ചേരുന്നു. രശ്മി, ഈ അറസ്റ്റ് ഉമ്മുമ്മയെ കൊന്ന കുറ്റത്തിനോ? കൃഷ്ണരാജ്, ഉമ്മുമ്മ സൽമ ബീവിയെ കൊന്ന കുറ്റത്തിനാണ് ഇപ്പോൾ അഫാന്റെ അറസ്റ്റ് പാങ്ങോട് പോലീസ് രേഖപ്പെടുത്തിയിരുന്നത്. ആദ്യം കൊലപ്പെടുത്തിയത് ഈ വാപ്പയുടെ വാപ്പുമ്മയാണ്. അവരുടെ വീട് പാങ്ങോടാണ്. അതുകൊണ്ടാണ് പാങ്ങോട് CI ഉൾപ്പെടെയുള്ളവർ മെഡിക്കൽ കോളേജിലെത്തി അഫാന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയത്. ഏതായാലും ഡിസ്ചാർജ് ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നൊരു വിവരം. ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നു അഫാന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ഡിസ്ചാർജ് ചെയ്യുന്നതിലുൾപ്പെടെ ഈ റിപ്പോർട്ട് മെഡിക്കൽ ബോർഡാണ് നൽകേണ്ടത്. ഈ മെഡിക്കൽ ബോർഡിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല ഈ മാനസിക പ്രശ്നമുള്ള ആളാണ് എന്നുള്ളൊരു കാര്യത്തിലും സ്ഥിരീകരണമില്ല. കാര്യം ഇത്തരത്തിൽ ഒരു കൊടും ക്രൂരമായി തന്റെ ഉറ്റവരെ അടക്കം ഈ കൊന്നു തള്ളണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു മാനസിക പ്രശ്നം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പൊതുവിൽ എല്ലാവരുടെയും ഒരു സംശയം. പക്ഷെ നിലവിൽ ഇപ്പോൾ മെഡിക്കൽ ബോർഡ് പറയുന്ന അത്തരത്തിൽ മാനസിക പ്രശ്നമുള്ള ഒരാളല്ല പ്രതി എന്നുള്ളതാണ്. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ കൊലപാതകത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കൊലപാതകങ്ങൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. ഇനി നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ കൈക്കൊള്ളും. ഇനി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമായിരിക്കും ഇനി റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അത് ഒന്നുകിൽ ഹോസ്പിറ്റലിനകത്ത് തന്നെ സെല്ലിലേക്ക്, അല്ലെങ്കിൽ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പിന്നീട് കസ്റ്റഡിയിൽ ഉൾപ്പെടെ പോലീസ് വാങ്ങും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രതിയുടെ ഉമ്മ ഷമീന തീരുമാനിച്ചത് അതായത് ഈ ആരോഗ്യനില, മാനസിക ആരോഗ്യനിലയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ശാരീരികമായിട്ടുള്ള അതായത് വിഷം കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡ് നിലവിൽ പറയുന്നൊരു കാര്യം. കുറച്ചുകൂടി നിരീക്ഷണത്തിൽ തുടരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഡിസ്ചാർജ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. ഒരു പക്ഷേ ഇനി നെടുമങ്ങാട് കോടതിയിലേക്ക് ഉൾപ്പെടെ പ്രതിയെ കൊണ്ടുവരണമെങ്കിൽ പൂർണ്ണമായും പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം എന്നുള്ളതാണ്. അതിനിടയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വീണ്ടും പോലീസിന് വലിയ രീതിയിലൊരു വേദനയാകും. മെഡിക്കൽ ബോർഡിന്റെ തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ ഡിസ്ചാർജ് ചെയ്യേണ്ടതില്ല എന്നുള്ളത്. ഏതായാലും നിരീക്ഷണത്തിൽ തുടരുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ ഈ ഷമീന, അതായത് പ്രതിയുടെ ഉമ്മ ഷമീനയുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാണ്. ഇപ്പോഴും ഇതിന്റെ യഥാർത്ഥ കാരണം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അടക്കമുള്ള പ്രശ്നങ്ങളാണ്. ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തിരുന്നു എന്നൊക്കെയാണ് പ്രതി പോലീസിന്റെ നൽകിയ മൊഴിയിൽ പറയുന്നൊരു കാര്യം. ഇനി ഉമ്മ സംസാരിക്കണം. കഴിഞ്ഞ ദിവസം ഈ ഉമ്മയുടെ മൊഴി പോലീസ് അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്, ഓർമ്മയ്ക്കൊന്നും തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വെഞ്ഞാറമൂടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തി രേഖപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഡോക്ടർമാർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പറയുന്നത് അവരുടെ ഓർമ്മയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ട്. അതുകൊണ്ട് ഇന്ന് അത്തരത്തിൽ സംസാരിക്കാൻ കഴിയില്ല, മൊഴി രേഖപ്പെടുത്താനാകില്ല എന്നുള്ളതാണ് വെഞ്ഞാറമൂട് പോലീസ് പറയുന്നത്. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതും ഇതിലെ ഒരു ദുരൂഹത ചുരുളഴിക്കാനും ഒക്കെ ഏറ്റവും നിർണായകമായ മൊഴിയാണ് ഈ പ്രതിയുടെ അമ്മ ഷമീനയുടേത്. കാരണം ഇവർക്ക് ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നേരത്തെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഈ കൂട്ടക്കൊലകൾ നടക്കുന്ന ദിവസം ശരിക്കും എന്താണ് സംഭവിച്ചത്, ആദ്യം എന്ത് തർക്കത്തെ തുടർന്നാണ് ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇനി ഷമീനയുടെ മൊഴി വളരെ നിർണായകമാണ്. നാളെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഏതായാലും ആദ്യ കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കൊലപാതകങ്ങൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിരീക്ഷണത്തിൽ പ്രതി തുടരും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. കൃഷ്ണരാജ്. ശരി, അഫാൻ അറസ്റ്റിലായി. ഉമ്മുമ്മയെ കൊന്ന കേസിൽ ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പക്ഷേ നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ അഫാൻ തുടരും. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.